നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കരുവന്നൂർ പുഴയിലെ റെഗുലേറ്ററുകളിൽ അടിഞ്ഞ മാലിന്യവും കമാൻഡ് മുഖം തകർന്നതും മൂലം ചേർപ്പ്, ചാഴൂർ, താന്യം, പാറളം, വല്ലച്ചിറ, നെന്മണിക്കര എന്നീ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ മറ്റൊരു പ്രളയത്തിന് സാക്ഷ്യം വഹിക്കുമെന്ന ഭീതിയിൽ നാട്ടുകാർ. കമാൻഡ് മുഖത്തെ കഴ തകർന്നതോടെ പുഴവെള്ളം കയറിയ താഴ്ന്ന പ്രദേശങ്ങളിൽ നിരവധി ആളുകൾ ചേർപ്പ് ഗവൺമെന്റ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എത്തി. മണലിപ്പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് ആമ്പല്ലൂരിലും പരിസര പ്രദേശങ്ങളിലും ക്രമാതീതമായി വെള്ളമുയർന്നു. തൃശൂർ കൂർക്കഞ്ചേരിയിൽ ആനയടഞ്ഞു. ആനയുടെ ആക്രമണത്തിൽ പാപ്പാൻ പാലക്കാട് പുതുനഗരം സ്വദേശി സിയാദിനെ പരിക്കേറ്റു. വാർത്തകൾ വിശദമായി. കരുവന്നൂർ പുഴയിലെ റെഗുലേറ്ററുകളിൽ അടിഞ്ഞ മാലിന്യവും കമാൻഡ് മുഖം തകർന്നതും മൂലം ചേർപ്പ്, ചാഴൂർ, താന്യം, പാറളം, വല്ലച്ചിറ, നെന്മണിക്കര എന്നീ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ മറ്റൊരു പ്രളയത്തിന് സാക്ഷ്യം വഹിക്കുമെന്ന ആദിയിലാണ് നാട്. പീച്ചിയിൽ നിന്നുള്ള വെള്ളം എത്തിയതോടെ മണലിപ്പുഴ നിറഞ്ഞൊഴുകി. പുഴയോരത്തെ പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറി. വല്ലച്ചിറ, നെന്മണിക്കര പഞ്ചായത്തുകളിൽപ്പെട്ട പലയിടത്തും വെള്ളം കയറി. മണലി, ആറാട്ടുപുഴ, കൊക്കിരിപ്പള്ളം, പട്ടംപള്ളം, പാഴായി തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് വെള്ളമെത്തി. ആറാട്ടുപുഴ മന്ദാരംകടവിലും വെള്ളമുയർന്നു. കടലാശ്ശേരി പാഴായി റോഡിൽ വെള്ളം കവിഞ്ഞൊഴുകുകയാണ്. ഇതുവഴി വന്ന ബൈക്ക് യാത്രക്കാരിൽ ഒരാളുടെ ബൈക്ക് ഒഴുകിപ്പോയി. യാത്രക്കാരൻ രക്ഷപ്പെട്ടു. കരുവന്നൂർ പുഴമുഖത്തെ കമാൻഡ് മുഖം തകർന്നതോടെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കുതിച്ചൊഴുകുകയാണ്. ഇതോടൊപ്പം ഒഴുകുന്ന കുളവാഴിയും മറ്റു തടസ്സങ്ങളും ഹെർബർട്ട് കനാലിൽ കെട്ടിക്കിടന്നാൽ ബണ്ട് തകരാനുള്ള സാധ്യതയുമുണ്ട്. വെള്ളം മുത്തുള്ളിയാൽ തോപ്പ്, എട്ടുമനത്തുരുത്ത്, അംബേദ്കർ കോളനി, ഹെർബർട്ട് കനാൽ, പണ്ടാരച്ചിറ, പുട്ടുച്ചിറ എന്നീ പ്രദേശങ്ങളിലാണ് ആദ്യമെത്തുക. കമാൻഡ് മുഖം തകർന്നതിന് പിന്നാലെ ചേർപ്പ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ അറിയിപ്പ് പുറത്തിറങ്ങി. താഴ്ന്ന ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് സാധ്യതയുള്ളതിനാൽ പുഴയുടെ തീരത്തും സമീപത്തും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നും സുരക്ഷിത സ്ഥലങ്ങളിലേക്കോ ചേർപ്പ് ഗവൺമെന്റ് സ്കൂളിലേക്കോ ദുരിതാശ്വാസ ക്യാമ്പിലേക്കോ ആളുകൾ മാറണമെന്ന അറിയിപ്പിൽ പറയുന്നു. വീടുകളിൽ സർട്ടിഫിക്കറ്റുകൾ, വിലപിടിപ്പുള്ള സാധനങ്ങൾ എന്നിവ വെള്ളം കയറാതെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റി സൂക്ഷിക്കേണ്ടതാണെന്നും ഓർമ്മിപ്പിക്കുന്നു. ഈ സാഹചര്യത്തിൽ അപകട സാധ്യത ഒഴിവാക്കുന്നതിനായി പാർലം പഞ്ചായത്തിലെ ചേനം, പള്ളിപ്പുറം, വെങ്ങിണിശ്ശേരി, കപ്പക്കാട്, മുള്ളക്കര, ചാക്യാർ കടവ്, പോത്തോട്ടുകുളം പ്രദേശത്തെ താഴ്ന്ന ഭാഗങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തേണ്ടതും അടിയന്തര സാഹചര്യം വന്നാൽ പഞ്ചായത്ത് ഒരുക്കുന്ന താൽക്കാലിക ക്യാമ്പിലേക്ക് താമസം മാറ്റേണ്ട സാഹചര്യമുണ്ടെന്ന് അറിയിക്കുന്നു. കമാൻഡ് മുഖത്തെ കഴ തകർന്നതോടെ പുഴവെള്ളം കയറിയ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ ചേർപ്പ് ഗവൺമെന്റ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എത്തി. 52 കുടുംബങ്ങളിൽ നിന്നായി 158 പേരാണ് എത്തിയത്. സന്ധ്യയോടെ കൂടുതൽ ആളുകൾ എത്തുവാൻ സാധ്യതയുണ്ട്. പാർലം പഞ്ചായത്തിൽ വെങ്ങിണിശ്ശേരി ചന്ദ്രോദയ സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചു. വെങ്ങിണിശ്ശേരി കപ്പക്കാട് ഭാഗത്തെ വീടുകൾ വെള്ളക്കെട്ടിലാണ്. അവണിശ്ശേരി പഞ്ചായത്തിൽ പാലക്കൽ, പാലിശ്ശേരി ALP സ്കൂളിലും ക്യാമ്പ് തുറന്നിട്ടുണ്ട്. മണലിപ്പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് ആമ്പല്ലൂരിലും പരിസര പ്രദേശങ്ങളിലും ക്രമാതീതമായി വെള്ളമുയർന്നു. ആമ്പല്ലൂർ കനാലിന് സമീപത്തും കേളി പ്രദേശത്തും നിരവധി വീടുകളിൽ വെള്ളം കയറി. ഇവിടെ കുടുങ്ങിക്കിടന്ന നിരവധി വീട്ടുകാരെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി. ആമ്പല്ലൂർ കമ്മ്യൂണിറ്റി ഹാളിന് മുന്നിലെ റോഡിലും കല്ലൂർ പാടം വഴിയിലും വെള്ളം ഉയർന്നു. ഇതോടെ വരന്തരപ്പള്ളി, കല്ലൂർ എന്നിവിടങ്ങളിലേക്കുള്ള പ്രധാന റോഡിൽ ഗതാഗതം സ്തംഭിച്ചു. പുലർച്ചെ 2 മണിക്ക് ശേഷമാണ് പ്രദേശത്ത് വെള്ളമെത്തിയത്. ഇരുട്ടായതിനാൽ രക്ഷാപ്രവർത്തനത്തിനും തടസ്സം നേരിട്ടു. 2018 പ്രളയത്തിന് സമാനമായ രീതിയിലാണ് ആമ്പല്ലൂർ മേഖലയിൽ വെള്ളം കയറിയത്.
നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറിയ നിലയിലാണ്. വീടിന്റെ മുകളിലേക്ക് വെള്ളം കയറിയതോടെ ആളുകൾ ടെറസിന് മുകളിൽ അഭയം തേടി. പിന്നീട് ഫയർഫോഴ്സ് ഡിങ്കി ബോട്ടുകളിൽ എത്തിച്ചാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. മണലി പുഴയോട് ചേർന്നുള്ള അളവപ്പനാർ, നെന്മണിക്കര, തൃക്കൂർ, പുതുക്കാട് പഞ്ചായത്തുകളുടെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കേളിത്തോട് പ്രദേശത്തുള്ള 25ഓളം കുടുംബങ്ങളെ പുതുക്കാട് സെന്റ് സേവിയേഴ്സ് കോൺവെന്റ് സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിലേക്കും ആമ്പലൂർ പ്രദേശത്തെ നിരവധി കുടുംബങ്ങളെ അളവപ്പനാർ പഞ്ചായത്ത് സ്കൂളിലെ ക്യാമ്പിലേക്ക് മാറ്റി. നെന്മണിക്കര പഞ്ചായത്തിലെ പുലക്കാട്ടുകര പ്രദേശം ഒറ്റപ്പെട്ടു. ഇവിടെ ഒറ്റപ്പെട്ടുപോയ കുടുംബങ്ങളെ മാറ്റാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. തലമണിക്കര, പാലിയേക്കര, പഴയ ദേശീയപാത എന്നിവിടങ്ങളിലും വെള്ളം കയറിയ നിലയിലാണ്. കരുവന്നൂർ പുഴയിൽ ഒഴുക്ക് തടസ്സപ്പെടുത്തി റെഗുലേറ്ററുകളിൽ അടിഞ്ഞ മാലിന്യമല നീക്കം ചെയ്യൽ തുടങ്ങി. എട്ടുമന, ഇല്ലിക്കൽ റെഗുലേറ്റർ, കടലാശ്ശേരി മുട്ടിക്കൽ റെഗുലേറ്റർ എന്നിവിടങ്ങളിലാണ് വലിയ മരം മുതൽ പ്ലാസ്റ്റിക് മാലിന്യം വരെ അടിഞ്ഞുകൂടിയത്. ഫയർഫോഴ്സ്, ഇറിഗേഷൻ വകുപ്പ് എന്നിവരുടെ നേതൃത്വത്തിലാണ് മാലിന്യം നീക്കം ചെയ്യുന്നത്. ഫയർഫോഴ്സ്, ഇറിഗേഷൻ വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിലാണ് മാലിന്യം നീക്കം ചെയ്യുന്നത്. ഇല്ലിക്കൽ റെഗുലേറ്ററിന്റെ 16 ഷട്ടറുകളിൽ പലതും തുറക്കാനാകാത്ത വിധം കേടുപറ്റി. ചിമ്മിനി ഡാമിലെ വെള്ളം എത്തിയാൽ ജലനിരപ്പ് വീണ്ടും ഉയർന്നാൽ ഏതു ഭാഗത്തും പുഴയുടെ ബണ്ട് തകരാനുള്ള സാധ്യതയുണ്ട്. 2018 ആറാട്ടുപുഴ, എട്ടുമന എന്നിവിടങ്ങളിലെ ബണ്ട് തകർന്നാണ് കരുവന്നൂർ പുഴയിലെ വെള്ളം ആയിരക്കണക്കിന് ഏക്കർ വരുന്ന കോൾപ്പാടത്തോട് ചേർന്ന് പ്രദേശങ്ങളെ മുക്കിയത്. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് ഇല്ലിക്കൽ റെഗുലേറ്ററിലെ ഷട്ടറുകൾ അടിഞ്ഞ മാലിന്യം നീക്കം ചെയ്യുന്നത്. മന്ത്രി ആർ ബിന്ദുവിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ, ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സ്ഥലത്തെത്തി. മാലിന്യം നീക്കം ചെയ്ത ശേഷം ഷട്ടർ ഉയർത്താനുള്ള ശ്രമവും നടക്കും. എട്ടുമന കമാൻഡ് മുഖം, ഇല്ലിക്കൽ റെഗുലേറ്റർ എന്നിവിടങ്ങളിൽ ബുധനാഴ്ച രാവിലെ ഇരുവിഭാഗങ്ങൾ തമ്മിൽ ചേരിതിരിഞ്ഞുള്ള വാക്കുതർക്കം സംഘർഷത്തിന് കാരണമായി. കമാൻഡ് മുഖത്തെ കഴയുടെ കോൺക്രീറ്റ് ഒരു ഭാഗം തകർന്ന് പലക തള്ളിയപ്പോൾ രാവിലെ ജനപ്രതിനിധികൾ എത്തിയ സമയത്താണ് സംഘർഷമുണ്ടായത്. ചേർപ്പ്, ചാടൂർ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും 2 പ്രദേശത്തെ ആളുകളും ഉണ്ടായിരുന്നു. കഴ എത്രയും വേഗം അടയ്ക്കണമെന്നും ഇല്ലെങ്കിൽ 6 പഞ്ചായത്തുകളെ ഇത് ബാധിക്കുമെന്നും ഒരു വിഭാഗം ആളുകൾ അവരുടെ ആശങ്ക അറിയിച്ചു. എട്ടുമന പ്രദേശത്താണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുകയെന്നും അവിടുത്തെ നാട്ടുകാർ പറഞ്ഞു. എന്നാൽ കഴ തുറക്കണമെന്ന് ചാടൂർ പഞ്ചായത്ത് പരിധിയിൽപ്പെട്ട ആളുകൾ ആവശ്യപ്പെട്ടു. കഴ തുറന്നില്ലെങ്കിൽ പുഴയുടെ കുറച്ചു മാറി ചിറക്കൽ തോടിന് സമീപത്തെ നിരവധി വീടുകൾ വെള്ളക്കെട്ടിലാകുമെന്ന് അവർ പറഞ്ഞു. നിങ്ങളെ പഞ്ചായത്തിൽ ഇതിനെ പറ്റി സംസാരിച്ചൂടെ? ഇവിടുന്ന് വിട്ടോണ്ട് നിങ്ങളോട് വെള്ളം വന്നു. ഇവിടെ വിട്ടില്ലെങ്കിൽ ഞങ്ങളവിടെ വെള്ളം വന്നു. ഇങ്ങോട്ട് പോയോ? പിന്നെ നിങ്ങൾ വലിയ വർത്തമാനം പറയല്ലേ? നോക്ക്, ആദ്യം പോയിട്ട് ഇവര് വെള്ളം കാര്യമില്ല. നിങ്ങൾ വെള്ളം വരെ മാത്രം വന്നിട്ട് കാര്യമില്ല. നിങ്ങൾ വെള്ളം വരുമ്പോ മാത്രം ഇവിടെ വന്നിട്ട് കാര്യമില്ല. അതിന് മുന്നേ നിങ്ങൾക്ക് എന്ത് സൊല്യൂഷൻ അവിടെ ഉണ്ടാക്കാൻ പറ്റി? നിങ്ങളെ പഞ്ചായത്തിൽ 2 വിഭാഗങ്ങളും തർക്കമൂത്ത് സംഘർഷമായപ്പോൾ ചേർപ്പ് പോലീസ് സ്ഥലത്തെത്തി. 2 വിഭാഗങ്ങളെയും അനുനയിപ്പിക്കാൻ ശ്രമം നടത്തുന്നതിനിടെയാണ് എല്ലാ കഴകളും തകർന്നത്. ഇതോടെ തർക്കം നിന്ന് ആളുകൾ മടങ്ങി. ഇല്ലിക്കൽ റെഗുലേറ്ററിലെ തടസ്സങ്ങൾ മാറ്റുന്ന സമയത്ത് മന്ത്രി ആർ ബിന്ദു എത്തിയപ്പോഴാണ് രണ്ടാമത്തെ സംഘർഷമുണ്ടാകുന്നത്. ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് നാട്ടുകാർ മന്ത്രിയെ അറിയിച്ചത്. എന്നാൽ ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായി ചിലർ സംസാരിച്ചത് വാക്ക് തർക്കത്തിന് കാരണമായി.
വെള്ളം ഉയരുമ്പോഴും റെഗുലേറ്ററിൽ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോഴും മാത്രമാണ് എല്ലാ കൊല്ലവും ഷട്ടർ ഉയർത്തുന്നതിനെക്കുറിച്ച് ഉദ്യോഗസ്ഥർ ആലോചിക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഷട്ടർ ഉയർത്താത്തത് മൂലമാണ് 2018 പ്രദേശത്ത് ഏറ്റവും വലിയ നാശനഷ്ടം ഉണ്ടാക്കിയതെന്നും നാട്ടുകാർ പറഞ്ഞു. മന്ത്രി നാട്ടുകാരെ അനുനയിപ്പിച്ച ശേഷം മടങ്ങി. ഇവിടെ അടക്കം നമ്മളെ ജില്ലയിലെ എല്ലാ സ്ഥലത്തും പ്രയാസം ഉണ്ടാകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇടപെട്ട് കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യാനായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അവർ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ചെയ്യുന്നതിന് നമ്മൾ പിന്തുണ കൊടുത്തുകൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ കലഹം ഉണ്ടാക്കുക എന്നുള്ളതല്ല. പിന്നെ 2018 കാര്യം അന്ന് വലിയ മഹാപ്രളയമാണ് ഉണ്ടായത്. ഇപ്പം നമ്മൾ ഈ സന്ദർഭത്തിൽ അടിയന്തര ഘട്ടത്തിൽ എല്ലാവരും ഒരുമിച്ച് നിന്ന് അത് തരണം ചെയ്യാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. ഞാൻ കഴിഞ്ഞ കൊല്ലവും ഇവിടെ വന്നിരുന്നു. എന്ത് പ്രയാസം ഉണ്ടാവുമ്പോഴും ഇവിടെ വരാറുണ്ട്. ഇനിയും വരും. നമുക്ക് മനുഷ്യസാധ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക. അത് ചെയ്യാൻ. കടലാശ്ശേരി മുട്ടിക്കൽ റെഗുലേറ്ററിൽ തടഞ്ഞ മാലിന്യങ്ങൾ രാവിലെ മുതൽ നീക്കം ചെയ്തു തുടങ്ങി. ഇറിഗേഷൻ വകുപ്പ്, തൊഴിലാളികൾ, നാട്ടുകാർ എന്നിവർ ചേർന്നാണ് ഇവ നീക്കം ചെയ്യുന്നത്. ടിപ്പർ ലോറിയിൽ വടം ഉപയോഗിച്ച് മാലിന്യം കെട്ടിവലിച്ച് പുഴയിൽ തന്നെ ഒഴുക്കിവിടുകയാണ്. മുട്ടിക്കൽ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ നേരത്തെ തുറന്നിരുന്നു. തൃശൂർ കൂർക്കഞ്ചേരിയിൽ ആനയിടഞ്ഞു. ആനയുടെ ആക്രമണത്തിൽ പാപ്പാൻ പാലക്കാട് പുതുനഗരം സ്വദേശി സിയാദിനെ പരിക്കേറ്റു. കടച്ചാക്കൽ ഗണേശൻ ആനയാണ് ഇടഞ്ഞത്. ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞാണ് മതപ്പാടിലുള്ള ആന പാപ്പാനെ ആക്രമിച്ചത്. ആനയെ അഴിച്ച് പട്ടയെടുപ്പിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം. ആനയുടെ തട്ടേറ്റ് വാരിയലിന് പരിക്കേറ്റ പാപ്പാനെ ആദ്യം മുളങ്ങുന്നത്താവ് മെഡിക്കൽ കോളേജിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഈ സംഭവത്തിന് ശേഷം ആനയെ ഉടമയുടെ കുറുക്കഞ്ചേരി തങ്കമണി കയറ്റത്തെ വീട്ടിലെത്തിച്ചു. പിന്നീട് രാത്രിയിൽ ആനയെ അഴിച്ചുമാറ്റി ലോറിയിൽ കയറ്റാനുള്ള ശ്രമത്തിനിടെയാണ് വീണ്ടും ഇടഞ്ഞത്. ഇടഞ്ഞ ആന തങ്കമണിയിൽ നിന്ന് നടന്ന് കൊക്കാല ജംഗ്ഷൻ വരെ എത്തി. ഇതിനിടയിൽ വഴിയിൽ പലയിടങ്ങളിലും പ്രകോപിതനായി. ഒടുവിൽ രാത്രി ഏറെ വൈകിയാണ് ആനയെ ഉടമയും മറ്റ് പാപ്പാന്മാരും ചേർന്ന് വരുതിയിലാക്കിയത്. ചാലക്കുടി പുഴയിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. കാലടി പ്ലാന്റേഷൻ അതിരപ്പള്ളി ഡിവിഷനിൽ TSR ഫാക്ടറിക്ക് സമീപം കരയോട് ചേർന്നാണ് കൊമ്പന്റെ ജഡം കണ്ടെത്തിയത്. പ്രദേശവാസികളാണ് ജഡം കണ്ടത്. മലവെള്ളത്തിൽ ഒഴുകി വന്നു എന്നതാണ് നിഗമനം. ആനയുടെ മസ്തകവും പുറവും മാത്രമേ വെള്ളത്തിന് മുകളിൽ കാണുവാൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കൊമ്പനാണോ പിടിയാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം വാഴച്ചാൽ ഇരുമ്പ് പാലത്തിനടിയിലൂടെ കാട്ടാന ഒഴുകിപ്പോയിരുന്നു. അതേ ആന തന്നെയാണോ എന്ന് സംശയമുണ്ട്. നാട്ടുകാരാണ് ജഡം കണ്ടത്. വനപാലകരെ വിവരം അറിയിച്ചിട്ടുണ്ട്. ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിന്റെ കീഴടമായ കടാമ്പുഴ തേവർ ക്ഷേത്രത്തിലെ കർക്കിടവാവ് ബലിതർപ്പണം ഓഗസ്റ്റ് 3 ശനിയാഴ്ച രാവിലെ 6 മുതൽ ആരംഭിക്കും. കടാമ്പുഴ തേവർ ആറാട്ടുകോൾ കടവിൽ പറവൂർ ഇടപ്പള്ളി ഇല്ലത്ത് EN പ്രശോഭ് ഇളയതിന്റെ കാർമ്മികത്വത്തിലാണ് ബലിതർപ്പണം നടത്തുക. ബലിതർപ്പണത്തിനുള്ള ദ്രവ്യങ്ങൾ കടവിൽ ലഭ്യമാണ്. നാട്ടിക പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും 9ാം വാർഡ് മെമ്പറും CPIM ലോക്കൽ കമ്മിറ്റി അംഗവും നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടറുമായ കൊട്ടേക്കാട് ഭരതൻ മകൻ ഷൺമുഖൻ നിര്യാതനായി. 63 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു.
പേങ്ങാടത്ത് ചന്ദ്രൻ നിര്യാതനായി. 87 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. ഭാര്യ ഓമന, മക്കൾ ഹരിഹരൻ, സേതുനാഥ്. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6400 രൂപ, പവന് 51,200 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കരുവന്നൂർ പുഴയിലെ റെഗുലേറ്ററുകളിൽ അടിഞ്ഞ മാലിന്യവും കമാൻഡ് മുഖം തകർന്നതും മൂലം ചേർപ്പ്, ചാഴൂർ, താന്യം, പാറളം, വല്ലച്ചിറ, നെന്മണിക്കര എന്നീ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ മറ്റൊരു പ്രളയത്തിന് സാക്ഷ്യം വഹിക്കുമെന്ന ഭീതിയിൽ നാട്ടുകാർ. കമാൻഡ് മുഖത്തെ കഴ തകർന്നതോടെ പുഴവെള്ളം കയറിയ താഴ്ന്ന പ്രദേശങ്ങളിൽ നിരവധി ആളുകൾ ചേർപ്പ് ഗവൺമെന്റ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എത്തി. മണലിപ്പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് ആമ്പല്ലൂരിലും പരിസര പ്രദേശങ്ങളിലും ക്രമാതീതമായി വെള്ളമുയർന്നു. തൃശൂർ കൂർക്കഞ്ചേരിയിൽ ആനയടഞ്ഞു. ആനയുടെ ആക്രമണത്തിൽ പാപ്പാൻ പാലക്കാട് പുതുനഗരം സ്വദേശി സിയാദിനെ പരിക്കേറ്റു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.